ഇവിടെ ഇരിക്കട്ടെ, വല്ല പാമ്പും പറ്റൊക്കെ കടിക്കോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ചാനലിൻ്റെ പേര് റിച്ചാ ടോപ്പ് 10 ആണ്. മറന്നുപോയാവോ ആർക്കൊക്കെ? കുറേ നാളായി ഇതിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ആക്റ്റീവാണ് കേട്ടോ, റിച്ചാ ടോപ്പ് എക്സ് എന്ന് പറഞ്ഞിട്ട്. ഇൻസ്റ്റഗ്രാമിൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട് മുടങ്ങാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലാറ്റ്വിയയിലാണ്. ലാറ്റ്വിയിൽ നിന്ന് ഇപ്പോൾ ലീവിന് നാട്ടിലെത്തിയേക്കാം, അടുത്ത ആഴ്ച പോകും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ ചാനലിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നത്. ഇനി തൊട്ട് നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നല്ല ആക്റ്റീവ് തന്നെയായിരിക്കും, ലോങ് വീഡിയോസും വരും. ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി തൊട്ട് ആക്റ്റീവായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു മിനിറ്റ്, ട്രെയിനൊന്ന് പോട്ടെ. ട്രെയിനൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ കുറേ പേരുടെ സംശയമാണ് എങ്ങനെയാണ് ഈ ചാനലിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. വ്യൂസ് നോക്കാൻ ആകെ 200-300 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ വീഡിയോസിന്, ഷോർട്സ് കാണിച്ചാലും. ഞാൻ ഇപ്പോൾ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങളൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെയുള്ള ഞാൻ പറഞ്ഞ ഈ സംശയം, ഞാൻ പണ്ട് കുറേ കണ്ട 20,500ഓളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട് ഈ ചാനലിൽ. പക്ഷേ വ്യൂസ് നോക്കാൻ വെച്ചാൽ വളരെ കുറവാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കുറേ മറ്റേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാമായിരുന്നു. പിന്നെ DJ സോങ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സ് അതിൽ നിന്ന് വന്നു. അതായത് ഒരു വീഡിയോ തന്നെ കുറേ 100-150 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറും ആ സമയത്ത്. പിന്നെയാണ് മനസ്സിലായി അതൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല. നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമ്മുടെ കണ്ടന്റ് തന്നെ വേണം. അത് വെറുതെ ഒരു DJ പാട്ടും തേങ്ങാന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ അതിനൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് നമ്മുടെ കണ്ടന്റ് ഇട്ടാലാണ് മോണിറ്റൈസേഷൻ എനേബിളായിട്ട് നമുക്ക് കാശ് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണമാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്തു ഞാൻ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പോവില്ല, പക്ഷേ വാച്ച് ടൈം നമുക്ക് കുറേ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി തൊട്ട് ലോങ് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ക്ലാരിറ്റി ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ശരി, അത്രയ്ക്കുള്ള പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെയായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, അതായത് ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണാം. അപ്പോൾ ശരി, ബൈ.